കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പീഡനം നടന്നത് പിറന്നാളിന് ചിലവ് നൽകാത്തതിന്റെ പേരിൽ. പണം നൽകാത്തതിനാലാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചത്. 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിന് ഇരയായിട്ടുണ്ട്. പലതരത്തിലുള്ള പണപ്പിരിവാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തുന്നത്. ഈ പീഡനം നടന്നത് പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിൽ എന്നുള്ള തരത്തിലുള്ള മൊഴികളും പുറത്തു വരുന്നത്. എന്താണ് വസ്തുത? പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരം, കോളേജിലേക്ക് ABVP പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരിക്കുന്നു. ഈ ഇത്തരത്തിൽ പ്രതികളായിട്ടുള്ളവരെ കോളേജിൽ നിന്ന് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഡിസ്മിസ് ചെയ്യണമെന്ന്, കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കാണാൻ എത്തിയതായിരുന്നു. അതിനിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവും രേഖപ്പെടുത്തിയതോടെ പോലീസ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ജില്ലാ സെക്രട്ടറി ABVP ജില്ലാ സെക്രട്ടറി ശ്രീഹരി ഉദയൻ, സംസ്ഥാന സമിതി അംഗം അശ്വതി ജെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും ഈ പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം ഈ ഇടുക്കി സ്വദേശിയായിട്ടുള്ള 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. മദ്യം അടക്കം വാങ്ങാൻ പരാതിക്കാരായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് തയ്യാറായില്ല ഈ 1ാം വർഷ വിദ്യാർത്ഥി. അതുകൊണ്ട് തന്നെ പണം കൊടുക്കാതെ വന്നതോടെയാണ് ഇയാളെ ക്രൂരമായുള്ള ആക്രമണത്തിലേക്ക് അതിക്രമം നടത്താൻ സീനിയർ വിദ്യാർത്ഥികൾ തുനിഞ്ഞത്. കട്ടിലിൽ കെട്ടിയിട്ട് ഡിവൈഡർ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സംബന്ധിച്ച് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിലും ഹോസ്റ്റലിലും ഈ അന്വേഷണ സംഘം വിശദമായ പരിശോധന ഇന്നലെ നടത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 5 പ്രതികൾ മാത്രമാണ് ഉള്ളത്. ഇവർ മാത്രമാണ് പ്രതികൾ എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മാത്രമല്ല, ഈ കൂടുതൽ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പീഡനത്തിനിരയായി എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളുടെ പരാതി കൂടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ, ഈ അതിക്രമം നടത്തുന്ന സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയതായിരുന്നു. ഇതിന്റെ ആധികാരികത ഉറപ്പിക്കുന്നതിന് വേണ്ടി സൈബർ സെല്ലിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈബർ സെല്ലിനെ ഇക്കാര്യത്തിൽ ഇടപെടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ 5 പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അവയുടെ ശാസ്ത്രീയ പരിശോധന നടക്കും. ഇതിനടക്കം കൂടുതൽ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പകർത്തിയിട്ടുണ്ടോ, കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അതിക്രമത്തിനിരയായ സംഭവം അതിന്റെ ദൃശ്യം. ശരി, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കൂടുതൽ മൊഴികൾ പുറത്തു വരുന്നുണ്ട്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.